നാരായണ 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കുന്നത് ദ്വിതീയ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ പ്രമേയത്തെക്കുറിച്ചാണ്. അതിഗഹനമാണ് വിഷയം എന്നതുകൊണ്ട് തന്നെ അതീവ ശ്രദ്ധ ആവശ്യവുമാണ് ഈ അധ്യായ പഠനത്തിന്. ഷഷ്ടേ വിരാട് വിഭൂതിശ്ച പ്രോക്താധ്യാത്മികഭേദത ദൃഢീകൃതം ച പൂർവോക്തം സർവം പുരുഷസൂക്തത. പുരുഷസൂക്തം അർത്ഥമനുസരിച്ചുള്ള വിരാട് സ്വരൂപ വർണ്ണനമാണ് 6-ാം അധ്യായം. ഇത് ബ്രഹ്മനാരദ സംവാദത്തിൻ്റെ ഭാഗം തന്നെയാണ്. ബ്രഹ്മനാരദ സംവാദമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മാവ് പറഞ്ഞു, വാക്കിൻ്റെ അധിഷ്ഠാന ദേവതയാണ് അഗ്നി. ഗായത്രി, ത്രഷ്ടുപ്പ്, അനുഷ്ടുപ്പ്, ഉഷ്ണിക്, ബൃഹതി, ജഗതി, ഇങ്ങനെ 7 ഛന്ദസ്സുകൾ ഉണ്ട്. അവ ഉത്ഭവിക്കുന്നത് സപ്തധാതുക്കളിൽ നിന്നാണ്. ഹവ്യ, കവ്യ, അമൃത അന്നങ്ങൾക്കും എല്ലാ രസങ്ങൾക്കും ഉത്ഭവസ്ഥാനം ജിഹ്വയാണ്. പ്രാണങ്ങൾ വൈരാജൻ്റെ നാസികാദ്വാരത്തിൽ കുടികൊള്ളുന്നു. അശ്വിനി കുമാരന്മാരും ഓഷധികളും സാമാന്യവും വിശേഷവുമായ ഗന്ധങ്ങളും ഉത്ഭവിക്കുന്നത് ഘ്രാണേന്ദ്രിയത്തിൽ നിന്ന് തന്നെ. രൂപങ്ങളും പ്രകാശവും ചക്ഷുസിൽ നിന്നുണ്ടാകുന്നു. സ്വർഗം, സൂര്യൻ എന്നിവ നേത്രഗോളങ്ങളിൽ നിന്നും, ദിക്കുകൾ, തീർത്ഥങ്ങൾ എന്നിവ കാതുകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. ആകാശത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും ഉറവിടം ശ്രവണേന്ദ്രിയം തന്നെ. പദാർത്ഥങ്ങളുടെ സാരാംശങ്ങളും അഴകും വൈരാജൻ്റെ ഉടലിൽ നിന്നാണ് ഉണ്ടാവുന്നത്. സ്പർശനേന്ദ്രിയത്തിനും വായുവിനും സമസ്ത യജ്ഞത്തിനും ഈ വിരാട് പുരുഷൻ്റെ ത്വക്ക് ഉത്ഭവസ്ഥാനമാണ്. ദേവയജനം സാധിക്കുന്ന വൃക്ഷങ്ങളുടെ ആവിർഭാവം രോമങ്ങളിലാണ്. കല്ല്, ലോഹം, മേഘം, മിന്നൽ എന്നിവ വിരാട് പുരുഷൻ്റെ കാൽനഖങ്ങൾ, കൈനഖങ്ങൾ, തലമുടി, മുഖരോമം എന്നിവയിൽ നിന്നുണ്ടാകുന്നു. ലോകക്ഷേമകർത്താക്കളായ ലോകപാലന്മാർക്ക് ബാഹുക്കളാണ് ഉത്ഭവസ്ഥാനം. ഭൂലോകം, ഭുവർലോകം, സ്വർലോകം ഇവയ്ക്ക് ശ്രീഹരിയുടെ പാദം തന്നെ ആശ്രയം. സർവവിധ ക്ഷേമത്തിനും ഭയസന്ത്രാണത്തിനും സകലാഭീഷ്ടങ്ങൾക്കും ആ പാദം തന്നെ ശരണം. ജലത്തിനും തേജസ്സിനും സൃഷ്ടിക്കും മേഘത്തിനും പ്രജാപതിക്കും വിരാട് പുരുഷൻ്റെ ഗുഹ്യാവയവമാണ് ആസ്പദം. സംഭോഗജനിതമായ സുഖാനുഭൂതിക്ക് ഉപസ്ഥവും. ഹേ നാരദ, യമനും മിത്രനും വിസർജനത്തിനും ഭഗവാന്റെ മലവിസർജനേന്ദ്രിയവും ഹിംസയ്ക്കും അശ്രീകരതയ്ക്കും മരണത്തിനും നരകത്തിനും ഗുദവും ആശ്രയമായിരിക്കുന്നു. അവമാനത്തിനും അധർമ്മത്തിനും അജ്ഞാനത്തിനും ഭഗവാന്റെ പിൻഭാഗം. പടിഞ്ഞാട്ട് ഒഴുകുന്ന നദങ്ങളും കിഴക്കോട്ട് ഒഴുകുന്ന നദികളും ഇവയ്ക്ക് നാഡികൾ, കുലപർവ്വതങ്ങൾക്ക് അസ്ഥി സമൂഹം എന്നിവയാണ് ആസ്പദം. മൂലപ്രകൃതിക്കും അന്നാദികളുടെ രസത്തിനും സമുദ്രങ്ങൾക്കും ഭൂത സൂക്ഷ്മങ്ങൾക്കും അവയുടെ ലയത്തിനും വിരാട് പുരുഷൻ്റെ വയറ് ആധാരമായിത്തീരുന്നു. എല്ലാവരുടെയും കാരണ ശരീരമായ മനസ്സിന് വൈരാജൻ്റെ ഹൃദയമാണ് ആസ്പദം. ഇങ്ങനെ ആദ്യത്തെ 10 ശ്ലോകങ്ങളിലായി വിരാട് പുരുഷൻ്റെ
അംഗോപാംഗങ്ങളെ പ്രപഞ്ച വസ്തുക്കളുമായി ബന്ധപ്പെടുന്നതെങ്ങനെയെന്ന് വർണ്ണിച്ചു. തുടർന്നുള്ള 15 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ സർവ്വലോകത്തെയും അതിവ്യാപിച്ചു നിൽക്കുന്നതായി വിസ്തരിച്ച് പ്രതിപാദിച്ചു. വിതസ്തിം അധിതിഷ്ഠതി എന്നതിലൂടെ അവിടുത്തെ ലോകാതീതത്വം കാട്ടിത്തരുന്നു. ഈ പ്രപഞ്ചം ഈശ്വരനിൽ നിന്നുണ്ടായതും ഈശ്വരനിൽ നിന്ന് ഭിന്നമല്ലാത്തതും ആണെന്ന് പുരുഷസൂക്താർത്ഥത്തെ അനുസരിച്ച് ഇവിടെ ദൃഢീകരിക്കുന്നു. തുടർന്ന് ആദിത്യൻ തൻ്റെ മണ്ഡലത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് തന്നെ ബാഹ്യ ലോകത്തെയും പ്രകാശിപ്പിക്കുന്നതായി വർണ്ണിച്ചു. വിരാട് പുരുഷൻ വിരാട് ശരീരത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാണ്ടത്തിൻ്റെ അകവും പുറവും പ്രകാശിപ്പിക്കുന്നു. ഭഗവാൻ പ്രപഞ്ചാത്മകനാണെങ്കിലും പ്രാപഞ്ചികമായ കർമ്മബന്ധം ഭഗവാനില്ല. പാദേഷു സർവഭൂതാനി പുംസസ്ഥിതിപദോ വിദു അമൃതം ക്ഷേമമഭയം ത്രിമൂർധ്നോധായി മൂർധസു. ഭൂമി മുതലായ ലോകങ്ങൾ യാതൊരുവൻ്റെ ഒരു പാദം മാത്രമാകുന്നുവോ ആ വിരാട് പുരുഷൻ്റെ അംശങ്ങളായ ലോകങ്ങളിൽ സകല ഭൂതങ്ങളും ഉള്ള 3 ലോകങ്ങളുടെ ശിരസായ ഭൂർഭുവ സ്വർലോകങ്ങളുടെ ഉപരിഭാഗത്ത് മഹർലോകത്തിൻ്റെയും ഉപരിതന ലോകങ്ങളിൽ, അതായത് ജനലോകത്തും സത്യലോകത്തും നിത്യസുഖം, നിത്യഭാവുകം, മോക്ഷം എന്നിവ നിക്ഷിപ്തമായതായി വർണ്ണിച്ചു. ഇപ്രകാരം പുരുഷസൂക്തത്തിലെ ഓരോ ഋക്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള ശ്ലോകങ്ങളിലൂടെ സർവവ്യാപിയായ പരമാത്മാവിൻ്റെ ആദിയിലുള്ള അവതാരം പ്രകൃതിയെ പ്രവർത്തിപ്പിക്കുന്ന പുരുഷനാണെന്ന് ഉപപാദിച്ചു. ഗുണവിക്ഷോഭകൃത്തായ കാലം, പരിണാമഹേതുവായ സ്വഭാവം, കാര്യകാരണാത്മകമായ പ്രകൃതി, മഹത്തത്വം, പഞ്ചമഹാഭൂതങ്ങൾ, അഹങ്കാരതത്വം, സത്വരജസ്തമോ ഗുണങ്ങൾ, ഇന്ദ്രിയങ്ങൾ എന്നിവയും സമഷ്ടി ശരീരവും അതിൻ്റെ ജീവചൈതന്യമായ വൈരാജനും സ്ഥാവരവും ജംഗമവുമായ വ്യഷ്ടി ശരീരങ്ങളും ബ്രഹ്മ വിഷ്ണു ശിവാദിമൂർത്തികളും ദക്ഷൻ മുതലായ പ്രജാപതികളും നാരദാദികളും സ്വർലോകനാഥന്മാരും ഭുവർലോകാധിപതികളും ഭൂലോകപാലന്മാരും പാതാളാധിപതികളും ഗന്ധർവ വിദ്യാധര ചാരണന്മാരും യക്ഷരക്ഷസുകളും ഇഴജന്തുക്കൾ, നാഗങ്ങൾ എന്നിവയുടെ നായകന്മാരും ശ്രേഷ്ഠന്മാരായ ഋഷിമാരും പിതൃക്കളും ദൈത്യ സിദ്ധ ദാനവാധിപതികളും പ്രേത ഭൂത പിശാച കൂഷ്മാണ്ഡങ്ങളുടെയും ജലജീവികൾ, മൃഗങ്ങൾ, പക്ഷികൾ എന്നിവയുടെ അധീശന്മാരും ഐശ്വര്യം, തേജസ്, ഇന്ദ്രിയശക്തി, മനഃശക്തി, ദേഹശക്തി, ക്ഷമ, ശോഭ, ലജ്ജ, സമ്പത്ത്, ബുദ്ധി എന്നിവയുള്ളതും നിറപ്പകിട്ടുള്ളതും ആകൃതിയുള്ളതും ആകൃതിയില്ലാത്തതുമായ എന്തെല്ലാമുണ്ടോ അതെല്ലാം പരമതത്വമായ ഭഗവത് സ്വരൂപമാകുന്നു എന്ന് വർണ്ണിച്ചു. പ്രാധാന്യതോയാദൃശ ആമനന്തി ലീലാവതാരാൻ പുരുഷസ്യ ഭൂംന ആവീയതാം കർണകഷായ ശോഷാൻ അനുക്രമിഷ്യേ. ഇവയെ നിന്നോടായി പറയാം എന്ന് നാരദനോട് ബ്രഹ്മാവ് പറഞ്ഞു നിർത്തി. ലോകം ഈശ്വരാധിഷ്ഠിതമാണെന്നും ഈശ്വര വ്യതിരിക്തമായി ലോകത്തിൽ യാതൊന്നും ഇല്ലെന്നും
ദേഹേന്ദ്രിയ അന്ധക്കരണ ശുദ്ധി സിദ്ധിച്ച മനനശീലരായ ഋഷികൾക്ക് മാത്രമേ ഈശ്വര ദർശനം സാധ്യമാകൂ എന്നുള്ള യാഥാർത്ഥ്യത്തെ വേദമന്ത്രോക്തരീത്യ ദൃഢീകരിക്കുകയാണ് ഈ അധ്യായം. അനുക്രമിഷ്യേ, ഞാൻ മറ്റു കാര്യങ്ങളും പറഞ്ഞു തരാം എന്ന് നാരദനോട് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഉപസംഹരിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ സാരാംശം സജ്ജനങ്ങൾക്ക് വേണ്ടി ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.